നമസ്തേ അങ്കിൾ. വരൂ സുബു വരൂ. എന്തൊക്കെയുണ്ട്, സുഖാണോ? സുഖം. താങ്കൾക്ക് സുഖമാണോ? സുഖാണ്. വാ ഇരിക്കേ. ആ, കുറെ നാളുകൾക്ക് ശേഷം കാണാണല്ലോ. ഇവിടുന്ന് വീട് മാറിപ്പോയതിനു ശേഷം പഴയ ആൾക്കാരെ മറന്നു അല്ലേ? അയ്യോ അങ്ങനെയൊന്നും ഇല്ല അങ്കിൾ. അല്പം തിരക്കിലായതിനാൽ സമയം കണ്ടെത്താനായില്ല. ശരി, എന്നോട് പറയൂ, എങ്ങനുണ്ട് റിട്ടയർമെന്റിന് ശേഷമുള്ള ജീവിതം? ചിൽഡ് ഔട്ട്? ഒന്നും പറയണ്ട, ആകെ ഒരു കൺഫ്യൂഷൻ. എന്തുപറ്റി? ഈ ഗ്രാറ്റുവിറ്റിയുടെ പണം എവിടെ നിക്ഷേപിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. പെൻഷൻ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ റിട്ടയർമെന്റിന് ശേഷം ഗ്രാറ്റുവിറ്റി ചെക്കാണ് ഏറ്റവും വലിയ ആസ്തി. പറയൂ സുബു, എന്ത് ചെയ്യാൻ പറ്റും? അങ്കിൾ, നിങ്ങളുടെ ഗ്രാറ്റുവിറ്റി പൈസ ഫിക്സ്ഡ് ഇൻകം മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നിക്ഷേപിക്കാം. മ്യൂച്വൽ ഫണ്ട്സും പിന്നെ ഫിക്സ്ഡ് ഇൻകവും? ഒന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു തരാം അങ്കിൾ. ഫിക്സ്ഡ് ഇൻകം മ്യൂച്വൽ ഫണ്ട്സ് തിരഞ്ഞെടുത്ത ഇൻട്രസ്റ്റ് ബെയറിംഗ് കമ്പനി ബോണ്ട്സ്, ഗവൺമെന്റ് ബോണ്ട്സ്, മണി മാർക്കറ്റ് എന്നിവയിൽ പണം നിക്ഷേപിക്കുന്നു. അവയിൽ നിന്ന് സ്ഥിരമായ വരുമാനം നൽകുന്നു. കൂടാതെ കാലക്രമേണ ക്യാപിറ്റൽ അപ്രീസിയേഷനും കൂടുന്നു. മോനെ, മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് എനിക്ക് അധികം അറിയില്ല. കുറച്ച് ഡീറ്റെയിൽ ആയി പറയൂ. മ്യൂച്വൽ ഫണ്ടുകൾ രണ്ട് തരത്തിലുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഇക്വിറ്റി ഫണ്ടുകളും പിന്നെ ഫിക്സ്ഡ് ഇൻകം മ്യൂച്വൽ ഫണ്ട്സ്, ഗവൺമെന്റ് ബോണ്ട്സ്, മണി മാർക്കറ്റുകൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഫിക്സ്ഡ് ഇൻകം മ്യൂച്വൽ ഫണ്ടുകൾ സാധാരണയായി ഇക്വിറ്റികളെക്കാൾ കൂടുതൽ കോഷ്യസ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായി കണക്കാക്കപ്പെടുന്നു. കാരണം അവരുടെ ഫോക്കസ് പ്രെഡിക്റ്റബിൾ റിട്ടേൺസിലാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാമോ? ഓരോ 3 മാസത്തിലും? അതെ അങ്കിൾ, മിക്കവാറും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഒരു നിശ്ചിത തുക പിൻവലിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വഴി ഓരോ മാസത്തിലും, ഓരോ 3 മാസത്തിലും, അല്ലെങ്കിൽ എല്ലാ വർഷവും നിങ്ങൾക്കൊരു നിശ്ചിത എമൗണ്ട് വിഡ്രോ ചെയ്യാം. നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത ചെലവുണ്ടെങ്കിലും അല്ലെങ്കിൽ അൺപ്ലാൻഡ് ആവശ്യമുണ്ടെങ്കിലും ശരിയായ സമയത്ത് വരുന്ന ഫ്രണ്ടിനെ പോലെ ഇവ ഉപയോഗപ്രദമാകും. വാ സുബു, മ്യൂച്വൽ ഫണ്ടുകളിൽ ഫിക്സ്ഡ് ഇൻകവും നല്ലതാണല്ലോ. ചായ കുടിക്കടോ. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.